ഈ വാഹനങ്ങൾക്ക് വേഗത അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണുന്നില്ലല്ലോ, നമുക്ക് അറിയാൻ പറ്റില്ല. വാഹന തിരക്കുണ്ടായിരുന്നില്ലേ ആ സമയത്തും? വലിയ തിരക്ക്, റോഡ് തിരക്കില്ല. റോഡ് റഷ് എന്ന് പറയാൻ മാത്രമുള്ള തിരക്കൊന്നുമില്ല. റോഡ് ഫ്രീ ആണ് ആ സമയത്ത്. കാരണം 12:45 1 മണി സമയമാണല്ലോ. റോഡ് തിരക്കില്ല. പക്ഷേ ഇടി അത്യാവശ്യം നല്ല ഇടിയാണ് നടന്നത്. വണ്ടി കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതെ അതെ, അത് അത്യാവശ്യം വല്ലാത്ത വലിയ ഇടിയാണ്. വണ്ടി ഏകദേശം തകർത്ത് തരിപ്പണമായിട്ടുണ്ട്. ബഷീർ, അവിടെ പ്രതികരണങ്ങളൊക്കെ എടുത്തോളൂ. ഞാനൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാം. അവിടെ അഭിജിത്ത് എത്തിയിട്ടുണ്ട്. അഭിജിത്ത്, അവിടെ പരിക്കേറ്റവരെ നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. നമുക്ക് ആദ്യം അവർ പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് വരാം. സംഭവിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് പാട്ടും വെച്ചിട്ടാണ് വന്നത്. എന്താ സംഭവം? ഒരു വെളിച്ചം മാത്രം അങ്ങനെ മുഖത്ത് അടിച്ചു, അതാ ഓർമ്മയുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ ഓർമ്മയില്ല. ആരും ഉറങ്ങിയിട്ടില്ല. മഴ ഉണ്ടായിരുന്നോ? നല്ല മഴയായിരുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടോ, ലോറിന്റെ വെളിച്ചം ഈ വണ്ടിക്ക് ഇങ്ങനെ അടിച്ചപ്പം എല്ലാവരും ഇതെന്താ ഈ വെളിച്ചം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ ചെത്തുവാ കേട്ടത്. വണ്ടി മറിഞ്ഞതല്ല, ഇടിച്ചിട്ട് ആ സാധനങ്ങൾ മേലെ പോകുന്നത്. ഡ്രൈവറിൻ്റെ മേലെ വീണ്. ഡ്രൈവറിനെയും കാണാനില്ല, ഞങ്ങളുടെ കൂടെയുള്ളൊരു പെൺകുട്ടിനെയും കാണാനില്ല. വഴിയും വിട്ടിട്ട് ഓടാൻ തരമുണ്ട്, ഒക്കെ കൂടി ഒരേ ഇതായി. അഭിജിത്ത് മെഡിക്കൽ കോളേജിലുണ്ട്. അഭിജിത്ത്, 5ഓളം ആളുകൾ ഇപ്പോഴും മെഡിക്കൽ കോളേജിലുണ്ട്. അവരുടെ അവസ്ഥ കുറച്ച് ഗുരുതരമാണെന്ന് കേൾക്കുന്നു. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ എന്താണ് അഭിജിത്ത്? അരുൺ, മെഡിക്കൽ കോളേജ് അധികൃതർ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരമനുസരിച്ച് ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. 21 പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു സ്ത്രീക്ക് മാത്രമാണ് അല്പം സാരമായ പരിക്കുള്ളത്. അവരുടെ കാലിനാണ് പരിക്ക് പറ്റിയത്. അതേസമയം മറ്റുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ, അതായത് മുഖത്തും കൈക്കും കാലിനുമൊക്കെയുള്ള പരിക്കുകളാണ്. നിലവിൽ അവരെ ആശുപത്രിയിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അപ്പോഴും അരുൺ, 2 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ട്രാവലർ ഡ്രൈവറായ രാജു, അതോടൊപ്പം തന്നെ രമണി എന്നൊരു സ്ത്രീക്ക് കൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഈ ഇവിടേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നവരുടെ ബാഗുകളും മറ്റുമാണ്. ഈ അപകടം നടന്നതിന് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പരിക്ക് പറ്റിയവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 17 പേരെയാണ് കൊണ്ടുവന്നത്. വരുമ്പോൾ തന്നെ രാജു എന്ന ട്രാവലർ ഡ്രൈവറുടെ മരണം സംഭവിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് രമണിക്ക് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ള ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ ചിലരെ പ്രവേശിപ്പിച്ചിരുന്നു. നേരിയ നിസ്സാരമായ പരിക്കുകൾ പറ്റിയവരാണ്. അവരെയും നിലവിൽ ഇപ്പോൾ റെഫർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് ഈ അപകടത്തിൽ ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന 2 സ്ത്രീകളുടെ പ്രതികരണങ്ങളാണ്. അവർ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ നല്ല മഴയായിരുന്നു, വാഹനം ഇടിച്ചതല്ല, പകരം മറിഞ്ഞതാണ് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. വാഹനത്തിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തങ്ങളുടെ മുകളിലേക്ക് വീണു എന്നൊക്കെയുള്ള ഒരു കാര്യം കൂടി അവർ ഏതായാലും പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി അവരിൽ നിന്ന് തേടാൻ ശ്രമിക്കും അരുൺകുമാർ. ഒപ്പം തന്നെ 3 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഇവിടെ ചികിത്സയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. എങ്കിലും അവർ വലിയ തീർത്ഥാടനത്തിന് പോയതല്ലേ കൊട്ടിയൂർ. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ തീർത്ഥാടന കാലമാണ് കൊട്ടിയൂരിൽ. നിരവധി ആളുകൾ കൊട്ടിയൂരേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെ ഈ വാർത്താപ്രഭാതത്തിൽ പറഞ്ഞു, കൊട്ടിയൂരെ മനോഹരമായ കാഴ്ച കാണാൻ അക്കരെ കൊട്ടിയൂരിലെ കാഴ്ചയും ഇക്കരെ കൊട്ടിയൂരിലെ കാഴ്ചയും ഒക്കെ കാണാൻ പോകണം.